ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി ഇടയ്ക്ക് റണ്ണിങ്ങിൽ ഓഫായി പോയിരുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സർവീസിന് വരുമ്പോൾ മിസ്സിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാർബറേറ്ററൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്ത് ജനറൽ സർവീസൊക്കെ ചെയ്തു പോയിരുന്നതാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഇരിക്കുന്ന പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ. കാരണം ചില സമയങ്ങളിൽ പെട്രോൾ കൃത്യമായിട്ട് സപ്ലൈ വന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു റീസൺ. ഇത് മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അത് ശരിക്കും ഓൺ ഓഫ് ടൈപ്പ് അല്ല, സ്കൂട്ടർ മോഡലായതുകൊണ്ട് വാക്യൂം മോഡലാണ്. അതായത് എയർ വലിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോൾ ഇറങ്ങി വരാം. ആ ഒരു ഫംഗ്ഷനാണ് കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ. ഏകദേശം ഒരു 400-450 രൂപ നമുക്ക് വിലയുള്ളതാണ് ഹോണ്ടയുടെ വരുന്നത് കേട്ടോ. കമ്പനി ഐറ്റം വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ആ ഐറ്റം കൂടി മാറ്റിയാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ആ ഇടയ്ക്ക് പെട്രോൾ ഇറങ്ങി കിടക്കുമ്പോഴാണ് നമ്മൾ വണ്ടി ഓടിച്ച് കുറേച്ച് ഇറങ്ങിയാലും കൂടെ പോകാനും വണ്ടി ഓടും ചില സമയങ്ങളിൽ. അത് മാറ്റിയിട്ട് ഞാൻ റെഡി ആയിക്കോളൂ. അപ്പോൾ കൂടുതൽ ഈ പൈപ്പും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടണേ, കാരണം പൈപ്പ് ഇച്ചിരി ഹാർഡായിട്ടുണ്ട്. ഓക്കെ.